ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു സൈഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗത്ത് ഒരു പോർച്ച് നമ്മൾ ചെയ്യുകയാണ്. അത് സീലിംഗ് വിത്ത് പോർച്ചാണ് ചെയ്യുന്നത്. അത് സീലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വുഡൻ ടൈപ്പ് ഒരു വുഡ് ഫിനിഷ് വരുന്ന ആ രീതിയിലുള്ള ഒരു സീലിംഗാണ്. GI സീലിംഗാണ് വരുന്നത്. 0.37 mm കനം വരുന്ന തിക്നെസ് വരുന്ന സീലിംഗിൻ്റെ സെക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം സീലിങ്ങിനെ പറ്റി എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടോ പല ആൾക്കാരും, ഇത് എങ്ങനെയാണ് സീലിങ്ങിൻ്റെ രീതി അല്ലെങ്കിൽ കളർ എങ്ങനെയാണത്, അത് നമ്മൾ പിന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നതാണെന്നൊക്കെ. അല്ല, തീർച്ചയായിട്ടും അത് കമ്പനിയിൽ നിന്ന് തന്നെ ഓൺ പ്രോഡക്റ്റായിട്ട് തന്നെ മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ഗ്ലോസി എന്ന് പറഞ്ഞ 2 സെഗ്മെൻറ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നീട് അതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം അവരുടെ തന്നെ കമ്പനി പെയിൻറ്റിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത്. അതായത് ടോപ്പ് ആൻഡ് ബോട്ടം പൗഡർ കോട്ടഡ് പെയിൻറ്റിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തുരുമ്പടിക്കുക എന്നുള്ള ഒരു സംഭവം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ തുരുമ്പ് വരും എന്നുള്ളൊരു പേടിയോ ഭയമോ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ഇവിടെ ഫ്രെയിം വർക്ക് എല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ട്. കാര്യം ഫ്രെയിം വർക്കിനെ പറ്റി നിങ്ങളോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് സീലിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സീലിങ്ങിനെ പറ്റിയുള്ള 2-3 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ വർക്ക് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ഫ്രെയിം വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഫ്രെയിമിൻ്റെ വർക്ക് ഇതാണ്. ഒരു ബ്ലാക്ക് കളർ ഫ്രെയിം വർക്ക്, അതിൻ്റെ കളറൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ ഒരു സ്ക്വയർ സെക്ഷനാക്കി നമ്മളിവിടെ ഇങ്ങനെ ഫ്രെയിം വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ഫ്രെയിം വർക്ക് തീർത്തതിനും ശേഷം മാത്രമാണ് നമ്മൾ സീലിങ്ങിന് ഓർഡർ എപ്പോഴും കൊടുക്കാറുള്ളത്. അത് പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് പിന്നീട് സീലിങ്ങിൻ്റെ കാര്യത്തിൽ ഷോർട്ടേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ രീതിയിലാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെയ്ത വർക്കിൻ്റെ സീലിംഗ് സെക്ഷൻ നമുക്കിവിടെ ഓർഡർ അനുസരിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല രീതിക്കാണ് വരുന്നത്. പൈക്കൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായ രീതിയിൽ കണ്ടാൽ ഭംഗിയാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ലേ ചെയ്യുവാണെങ്കിൽ അത്രയും ഫിനിഷിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ 2 രീതിക്കാണ് വന്നിരിക്കുന്നത്. ഇത് ടോപ്പിൽ ഒരു വുഡൻ ഫിനിഷ് ഒരു കളറും, ടോപ്പിൽ വുഡൻ ഫിനിഷും ബോട്ടം താഴ്ഭാഗത്ത് വരുന്നതും ഒരു വൈറ്റ് കളറാണ് വരുന്നത്. ഇത് രണ്ടും പൗഡർ കോട്ടറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10-15 വർഷത്തിന് മുകളിൽ ഒരു ഡാമേജും കൂടാതെ കിടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം. കാര്യം മെറ്റീരിയൽ GI ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെക്ഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത്. ഇവിടുത്തെ ഒരു പ്രൊഫൈലുണ്ട്. ഈ പ്രൊഫൈലാണ് നമ്മൾ അടുത്ത ഷീറ്റിൻ്റെ ഇങ്ങനെ വരുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് കയറ്റിയിട്ട് സ്ക്രൂ അടിച്ചൊക്കെ പോകുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം കണ്ടാൽ മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഒന്ന് റഫായിട്ട് പറഞ്ഞേ ഉള്ളൂ. അത് ഷീറ്റും ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് സ്ക്രാച്ച്ലെസ് ആകാൻ വേണ്ടിയിട്ട് അവർ സേഫ്റ്റി നോക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നത്. എന്തായാലും സംഭവമുള്ള ഞങ്ങളിത് ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ബോർഡർ ആംഗിൾ എന്ന് പറയും, അല്ലെങ്കിൽ എഡ്ജ് ആംഗിൾ എന്ന് ബോർഡർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ടൈപ്പിലുള്ള ആംഗിൾ കിട്ടും. അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സൈസ്, ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച്, ഈ സ്ഥലത്ത് 2 ഇഞ്ച്, അങ്ങനെയാണ് നമ്മളിത് പറഞ്ഞവിടെ ചെയ്യിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിക്ക് നമുക്കിത് ചെയ്ത് എടുക്കാവുന്നതാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പോർച്ചിൻ്റെ വർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പോർച്ച് എങ്ങനെ മേക്ക് ചെയ്ത് വന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ മേക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെയുള്ള കാര്യം. അപ്പം ഫുൾ ഫിനിഷ് ആയിട്ട് കാണാനുള്ള ആ ആഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു വീഡിയോയുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഫുൾ ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു സെക്ഷൻ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് പോവുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് പുറത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മളോട് ചോദിക്കുക. അല്ലാതെ കമൻറ്റിൽ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയാതിരിക്കുന്നത്. അപ്പം നമുക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുള്ള പോർച്ച് ഒന്ന് കണ്ടാലോ.
അപ്പോൾ ഇതാണ് കഴിച്ച് നമ്മൾ പറഞ്ഞ ആ മനോഹരമായ കാർ പോർച്ച്. ഞങ്ങൾ വളരെ മനോഹരമായി തന്നെ അത് മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളത് വീഡിയോയ്ക്കകത്തൂടെ കാണുന്നത് എപ്രകാരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പോർച്ചിൻ്റെ സെഗ്മെൻറ്റ് തന്നെയാണ് നമ്മളിപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ നമുക്കിവിടെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് തോന്നുന്നൊരു സംഭവം എന്ന് പറയുന്നത്, സാധാരണ എല്ലാവർക്കും ഇഷ്ടമാണ് വുഡ് ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു സംഭവം. വുഡ് ഫിനിഷ് ഒരു പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം സാധാരണയായിട്ട് വീടിൻ്റെ ഉൾഭാഗങ്ങളിലാണ് ഒരു വുഡ് ഫിനിഷ് പാറ്റേൺ സീലിങ്ങുകൾ കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മൾ ഈ പോർച്ചിനുള്ളിൽ നമ്മുടെ വുഡ് ഫിനിഷ് സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സീലിങ്ങിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പം സ്ഥിരമായിട്ട് കണ്ടാൽ തന്നെ അറിയാം. GI എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സീലിങ്ങിൻ്റെ സെക്ഷൻ മുഴുവൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം പൗഡർ കോട്ടറായിട്ടാണ് വരുന്നത്. ബോട്ടം സൈഡ് അതായത് നമ്മൾ താഴെ ഈ കാണുന്ന സൈഡ് വുഡ് ഫിനിഷ് എന്ന് പറഞ്ഞ് ഈ കാണുന്ന സൈഡ് അത് GI മെറ്റീരിയൽ പൗഡർ കോട്ടറാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റിഷ് കളർ, ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് സൈഡ് എന്ന് പറഞ്ഞത് GIയുടെ ലൈനർ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സൈഡ് വോൾ ഉണ്ടായിരുന്നു. വോളും പോർച്ചും തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞൊരു 4 അടി ഗ്യാപ്പ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തൊരു ഓപ്ഷനാണ്. സ്ഥിരമായിട്ട് പലരും മെഷും മറ്റുള്ള കാര്യങ്ങളും ഡിസൈൻ വർക്കും CNC വർക്കൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീലക്സിൻ്റെ ഒരു പ്ലാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഡീലക്സിൻ്റെ ഒരു വോൾ പ്ലാങ്കാണ്, ആ ഒരു ഫെൻസിങ് പ്ലാങ്ക് എന്ന് പറയും. അല്ലെങ്കിൽ ഫെൻസിങ് പ്ലാങ്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 4 അടി അല്ലെങ്കിൽ 6 അടി നീളത്തിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. 4 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. നമുക്കിഷ്ടമുള്ള കനത്തിൽ കിട്ടും. ഈ വരുന്ന കനം 10 സെൻറ്റിമീറ്ററാണ്. അതായത് 4 ഇഞ്ചോളം നമുക്ക് വീതിയിൽ ഇത് കിട്ടുന്നുണ്ട്. നമുക്ക് വളരെയധികം ഒരു 200 രൂപയ്ക്ക് താഴെ മാത്രം നമുക്കിത് ഒരു പെർ പീസിന് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. അതിന് ചിലപ്പം 160, 150, 160, 200 അങ്ങനെയുള്ള റേറ്റുകളിൽ മാത്രമാണ് നമുക്കിത് വരുന്നത്. അപ്പം ഇത് ഈ രീതിയിലൊക്കെ നമുക്ക് വളരെയധികം ഡിസൈനായിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ വളരെയധികം ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് സീലിങ്ങിൻ്റെ ലൈറ്റ് വാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വാം ലൈറ്റ് കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ എഫക്റ്റ് ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ബോർഡർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 1 കര എന്ന് പറയുന്ന സെക്ഷൻ കൊടുത്തൊരു ലൈനിങ് ഉണ്ടോ, ഒരു സ്പെഷ്യൽ ലൈൻ ഫീല് നിങ്ങൾക്കൊരു ഷെയ്ഡ് കാണാം. പലരും ചോദിക്കാറുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ചാനലാണെന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ സീക്രട്ടാണ്. ചാനലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ചാനലാണെന്ന് വിശ്വസിക്കുക, അല്ല നമ്മളത് മേക്ക് ചെയ്തെന്ന് പറയുമ്പോൾ വിശ്വസിക്കാവുന്നവർക്ക് അങ്ങനെയും വിശ്വസിക്കാം. ഓക്കെ. പിന്നെ അഡീഷണലായിട്ട് സാധാരണ നമ്മൾ ഏരിയ കോമ്പൗണ്ട് തീർത്താണ് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ വോളുകൾ അല്ലെങ്കിൽ കോളംസ് കൊടുക്കാറുള്ളത്. പക്ഷേ എന്നാൽ ഇവിടെ കുറച്ച് 2 അടി നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഈ പോർച്ചിൻ്റെ സൈസ് വരുന്നത് 22 അടി ഫ്രണ്ട് ടു ബാക്ക് നീളവും 15 അടി വിഡ്ത്തുമാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ആ പോർച്ച് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ വോൾ പ്ലാങ്ക്, ഫെൻസിങ് പ്ലാങ്കിൻ്റെ ബാക്ക് സൈഡ് ഓഫ് വൈറ്റ് കളറിലാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. എങ്ങനെയാണ് സാർ വർക്ക്? ഫാന്റാസ്റ്റിക്, സൂപ്പർ വർക്ക്. ഉറപ്പാണോ? റിയലി ഹാപ്പി. ഉറപ്പാണല്ലോ. താങ്ക് യു വെരി മച്ച് എബി. അപ്പോൾ ഞങ്ങളുടെ ഫാബ്ടെക്കിൻ്റെ ടീമിന് വർക്ക് തന്ന ക്ലയൻറ്റിൻ്റെ അഭിപ്രായമാണ് കേട്ടത്. അപ്പം അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയാണ്. ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട് കാണാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് 4 ദിവസം കൊണ്ട് ഇത്രയും പണി വളരെ മനോഹരമായിട്ട് യാതൊരു ഡിലേ ഇല്ലാതെ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതിൽ സന്തോഷം. മഴയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ചെയ്ത് കൊടുക്കാൻ പറ്റി. അതിനകത്ത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ആ റെക്കമെൻഡേഷന് താങ്ക്സ് പറയുന്നു. അപ്പം വീണ്ടും നിങ്ങൾ ഈ പോർച്ചുകളെല്ലാം കണ്ടു കാണുമല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരും. ഇപ്പോൾ സൈനിങ് ഓഫ് പറയുന്നു എബി ജോസഫ് പോന്നിയിൽ നിന്ന്.